തിരക്ക് കൂടിയതിനാൽ ചെറിയ കാലതാമസം വന്നാലും ശബരിമലയിലെത്തുന്ന എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ADGP S. ശ്രീജിത്ത് ജനൻ ടിവിയോട് പറഞ്ഞു. 18ാം പടിയിൽ ഉൾപ്പെടെ പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയുണ്ടായ ഭക്തജനങ്ങളുടെ പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. 18ാം പടിയിൽ ഉൾപ്പെടെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. വിവിധ ബാച്ചുകളായി തിരിച്ച് തിരക്ക് നിയന്ത്രിക്കും. ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാകുമെന്നും ADGP പറഞ്ഞു. മണ്ഡലകാലത്ത് ശബരിമലയിൽ പോലീസിന്റെ ഏകോപന ചുമതലയുള്ള ചീഫ് പോലീസ് കോർഡിനേറ്റർ ADGP S. ശ്രീജിത്ത് സാർ ജനൻഡിയോടൊപ്പം ചേരുകയാണ്. സർ, ഇത്തവണ ഈ മണ്ഡലകാലത്ത് നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയാണ് പോലീസിന്റെ ഒരു പ്രവർത്തനം? പോലീസ് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പൂർണ്ണമായ ബന്ദോബസ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 14,000-ഓളം പോലീസുകാരെ ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ നമ്മളിവിടെ ജോലിക്ക് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ സാധാരണയിൽ കവിഞ്ഞ് നമ്മൾ ഈ ഡ്യൂട്ടി പോയിന്റ്സ് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ആപ്പ് തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പോലീസുകാർക്ക് ഒരു കൺഫ്യൂഷനും വരാത്ത രീതിയിലാണ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ മുമ്പുള്ളതിനേക്കാൾ കൂടുതലായിട്ട് വളരെ വ്രതശുദ്ധിയോടുകൂടി ഒരുപാട് ഭക്തജനങ്ങൾ നേരത്തെ കൂട്ടി തയ്യാറെടുത്ത് തീർത്ഥാടനത്തിന് വേണ്ടി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഫേസിൽ ഒന്നാമത്തെ ഫേസ് ഇപ്പം ഇന്ന് തുടങ്ങി ഈ മാസം 30 വരെയാണ്. എല്ലാ ദിവസവും എല്ലാ സ്ലോട്ട്സും, അതായത് ഓൺലൈൻ ബുക്കിംഗ് ഫില്ലായി കഴിഞ്ഞു. ഇപ്പോൾ സാധാരണ കഴിഞ്ഞ കൊല്ലമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ആദ്യത്തെ ദിവസം ആരും ബുക്ക് ചെയ്തിരുന്നില്ല 15-ാം തീയതി. ഇത്തവണ ഒരു നേരം മാത്രം തുറന്നിട്ട് തന്നെ 30,000 പേരോളം ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബുക്കിംഗ് നടത്തുന്ന ആളുകളുടെ അടുത്ത് മുമ്പ് വേറെയും പറഞ്ഞിട്ടുണ്ട്, ഈ സ്ലോട്ട് പറയുന്നത് ഒരു കൃത്യമായ സമയത്ത് തന്നെ ദർശനം കിട്ടണമെന്ന് നിർബന്ധം ഭക്തർ പിടിക്കാൻ പാടില്ല. ഭഗവാന് വേണ്ടിയിട്ടും ഈ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടും സ്വയം സമർപ്പിച്ച് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ പോലീസിൻ്റെ അടുത്തും മറ്റ് ഉദ്യോഗസ്ഥരുടെ അടുത്തും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പൂർണ്ണമായി സഹകരിക്കണം. കാരണം വെച്ചാൽ ഈ സമയം നമ്മൾ കൊടുക്കുന്നത് ടെൻറ്റേറ്റീവായിട്ടുള്ളൊരു സമയമാണ്. പല കാരണങ്ങളുണ്ട്, ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടും തിരക്കിൻ്റെ കൂടുതൽ കൊണ്ടും ഒക്കെ ചിലപ്പോൾ സമയം അങ്ങോട്ട്. അപ്പോൾ അതിനുള്ളൊരു വിൻഡോ കരുതിയിട്ട് വേണം ഭക്തജനങ്ങൾ വരാൻ. ഈ കാലത്ത് വേറെ പ്രത്യേകതയും കൂടിയുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഉത്തരവ് പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പമ്പയിൽ പരിമിതമായ പാർക്കിങ്ങും കൂടെ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളടുത്ത് ഒരു പ്രിഫറൻസ് ഈ എന്താ പറയുക, പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ വരുന്ന വാഹനങ്ങളും സെൽഫ് ഡ്രിവൺ വെഹിക്കിൾസിനും കൊടുക്കണം എന്നാണ് ഹൈക്കോടതി. പരിമിതമായ പാർക്കിംഗ് മാത്രമേ നമുക്ക് പമ്പയിലുള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് ശാഠ്യം പിടിക്കാതെ കഴിവതും ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം സംവിധാനം ഒരുക്കേണ്ടത്. എല്ലാവർക്കും പരമാവധി സുഖദർശനം സാധ്യമാക്കാൻ വരുന്ന ഒരാൾ പോലും ദർശനം കിട്ടാതെ മടങ്ങരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് പൂർണ്ണമായ സഹകരണം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. സർക്കാർ പൂർണ്ണമായി അതിന് പ്രതിബദ്ധമാണ്. അതിൽ തന്നെ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ്, ആ സമയത്ത് ID പ്രൂഫൊക്കെ പരിശോധിക്കുന്ന സമയത്തുള്ള ഒരു കാലതാമസം, അത് ദർശനത്തിന് ഭക്തർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ? അത്തരത്തിലൊരു കാലതാമസം ഉണ്ടാകാൻ അവിടെ ഫോട്ടോ തന്നെ എടുക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞു. നമ്മൾ ഒരു എയർപോർട്ടിൽ പോയി നിൽക്കുന്ന സമയം പോലും ഇവിടെ ചിലവഴിക്കാത്ത രീതിയിൽ ചെയ്യണം. എയർപോർട്ടിൽ നമ്മൾ ഇമിഗ്രേഷനൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം പോലും ചിലവഴിക്കാത്ത രീതിയിൽ തീരും എന്നുള്ളതാണ്. മാത്രമല്ല പരിമിതമായി മാക്സിമം ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് വേണം വരാൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിവതും ഈ ഓൺലൈൻ ബുക്കിംഗ് കഴിഞ്ഞ് വരുന്നത് തന്നെയാണ് ഉത്തമം. അപ്പോൾ അത് ജനങ്ങളത് മനസ്സിലാക്കി എന്നുള്ളതാണ്. പൂർണ്ണമായ ബുക്കിംഗ് നടന്നു എന്നുള്ളതിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അഥവാ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റാതെ കൂടെ വരുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ മാസപൂജയ്ക്കിടയ്ക്കൊക്കെ തന്നെ ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന് ചില പരാതികളൊക്കെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കും ഇത്തവണ പ്രവർത്തനം. 100%. ആ കഴിഞ്ഞ തവണ ഉണ്ടായ പരാതികൾ ഞാൻ പറഞ്ഞ ഇവിടെ നടക്കുന്ന ആചാരങ്ങൾ എന്താണെന്ന് അവിടെ ഈ നടപ്പന്തൽ കഴിഞ്ഞ് KCB ജംഗ്ഷൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ പടിപൂജ നടക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ പോലീസുകാർ അവിടെ തടയുന്നത്. അപ്പോൾ പോലീസുകാർ വൃഥാ തടയുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആയിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞ പ്രത്യേക തരത്തിലുള്ള പൂജാവിശേഷങ്ങൾ ഇവിടെ നടക്കുന്നത് ആണ് പലപ്പോഴും 18ാം പടിയിലുള്ള എൻട്രിയുടെ തടസ്സം വരുന്ന കാരണം ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ പരമാവധി ആൾക്കാർക്ക് സുഖദർശനം കൊടുക്കണം, സന്തോഷമായിട്ട് അവർ തൊഴുതു പോകണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും പൂർണ്ണമായി അവർ സഹകരിക്കണം. ഇത്തവണ ഈ 18ാം പടിയിൽ ഉൾപ്പെടെ ഡ്യൂട്ടിയിലുള്ളത് പരിചയസമ്പത്തായിട്ടുള്ള ഓഫീസേഴ്സ് തന്നെയാണ്. അങ്ങനെയുള്ളവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് അവർക്ക് എക്സ്ട്രാ ഡയറ്റ് ദേവസ്വം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും അതിന് തയ്യാറെടുത്തിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പുതിയൊരു കൺസ്ട്രക്ഷൻ അവിടെ വന്ന ഒരു തൂണുകൾ വന്നപ്പോൾ മേൽക്കൂര വന്നപ്പോൾ കുറച്ച് ഇരിക്കാനുള്ള സൗകര്യക്കുറവുണ്ടായിരുന്നു പോലീസുകാർക്ക്. ഇരുന്ന് വേണം അവർക്ക്
ഈ ഭക്തജനങ്ങളെ മേളിലോട്ട് കയറ്റാനായിട്ട്. അപ്പോൾ അതിനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും അത് നല്ല രീതിയിൽ തന്നെ പരമാവധി ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, വരുന്ന 95% ആൾക്കാരും ഒരു എൻട്രി പോയിന്റിലൂടെയാണ് കയറുന്നത്. 18-ാം പടി കയറി ആണ് പോകുന്നത്. അപ്പോൾ 18-ാം പടിയിൽ കയറുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് മറ്റുള്ള എല്ലാവർക്കും സുഖദർശനം കൊടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മിനിറ്റിൽ ഒരു 80-100 ആൾക്കാർ കയറിയാലാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സുഖമായിട്ടുള്ള ദർശനം മറ്റെല്ലാവർക്കും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് 18-ാം പടിയിൽ വേഗം കയറാൻ പല ഭക്തജനങ്ങളും ചെയ്യുന്ന ഒരു പണിയെന്ന് വെച്ചാൽ എല്ലാ പടികളും തൊഴുത് കയറാനൊക്കെയുള്ള ശ്രമമുണ്ട്. അതിനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ല. പണ്ട് കാലത്ത് തിരക്ക് കുറവുള്ളപ്പോൾ അങ്ങനെ സാധിച്ചിരുന്നിരിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും ദർശനം കിട്ടണം. പുറകെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ദർശനം കിട്ടേണ്ടവരാണ്. അവർക്ക് ഓരോ ദിവസം വരുന്നത് ഇത്ര പേര് തൊഴാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അത് മനസ്സിലാക്കി വേഗം 18-ാം പടി കയറി ഈ ദർശനം എല്ലാവർക്കും സാധ്യമാക്കാനായിട്ട് എല്ലാവരും സഹകരിക്കാനായിട്ടാണ് എൻ്റെ അഭ്യർത്ഥന. എത്ര ബാച്ചുകളാണ് തിരിച്ചിട്ട് ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത്? അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സന്നിധാനത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലായി 5-6 ഫേസുകൾ, അത് 5 ഫേസുകൾ മേലുദ്യോഗസ്ഥരും 6 ഫേസുകളായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും ഇവിടെ ജോലിയിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇപ്പോൾ പോലീസിനെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇപ്പം RAF-ൻ്റെ കേന്ദ്ര സേനകളുണ്ട്. അതുകൂടാതെ NDRF-ൻ്റെ ആൾക്കാരുണ്ട്, പിന്നെ നമ്മുടെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പൂർണ്ണമായി ഭഗവത് സമർപ്പണത്തോടു കൂടി വരുന്ന എല്ലാവരും, ഇവിടെ വരുന്ന എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദർശനം മാത്രമാണ്. ഇവിടെ വേറൊരു ദുരുദ്ദേശത്തോടെ ആരും വരുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ ആ സഹകരണം പോലീസിനോടും പോലീസ് തിരിച്ചും ചെയ്താൽ സുഖദർശനം നല്ലൊരു തീർത്ഥാടന കാലം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. തീർച്ചയായും അത് തന്നെയാണ് ഇത്തവണ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് സുഗമമായിട്ടുള്ള ദർശനം ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും തയ്യാറാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിക്കുന്നത്. ക്യാമറമാൻ അനീഷ് കാട്ടക്കടയ്ക്കൊപ്പം M മനോജ്, ജനം, സന്നിധാനം.